ഗുഡ് മോർണിംഗ്. ഭൂമിയുടെ കളി തുടങ്ങി. ചൂട് വർധന കൂടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പോലും പറ്റുന്നില്ല. പല രാജ്യങ്ങളിലും 400 മില്യൺ കുട്ടികൾ കാര്യമായി പഠിക്കാൻ കഴിയുന്നില്ല എന്നാണ് വേൾഡ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. ഈ ചൂട് കൊണ്ട് അവർക്ക് ക്ലാസ്സിൽ പോകാനോ ക്ലാസ്സിലിരിക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി AC പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന CO2 എമിഷൻ കൂടും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സ്കൂളുകൾ ഈടുപെടാതെ ഇതിനെ എങ്ങനെയാണ് നമുക്ക് കൂൾ ക്ലൈമറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തണുപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാനാണ് സ്കൂളുകൾ ചെയ്യേണ്ടത്. ഒന്ന് വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ച് ടെറസിൽ ചൂടുകൾ കുറയ്ക്കണം. ആ രീതിയിലുള്ളൊരു പ്രവർത്തന ചിന്ത എല്ലാവർക്കും നമുക്കുണ്ടെങ്കിൽ ഒരു റിസർച്ച് സെൻറ്ററിൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ്. വേൾഡ് മൊത്തം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെ നമുക്ക് സ്കൂളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പഠനം നല്ല രീതിയിൽ നടത്തണമെങ്കിൽ അവർക്ക് ആ ക്ലൈമറ്റ് ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, ആ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത് നമ്മൾ 1-2 പേര് സംസാരിച്ച് തിരിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇതിന് നമുക്ക് വേണ്ടത് ഒരു റിസർച്ച് സെൻ്ററാണ്. ആ റിസർച്ച് സെൻ്ററിൽ ഇരുന്ന് സയൻറ്റിസ്റ്റുകാരും മറ്റുള്ളവരും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പരിമിതി എന്തെങ്കിലും ഒരു വഴികൾ കാണാൻ നമുക്ക് കഴിയും. അതിനെക്കുറിച്ച് വളരെ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇപ്പോൾ വെളിയിലെ മറ്റുള്ള ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കും ഇവിടെ ബാധിക്കും. പക്ഷേ ചില സ്കൂളുകളിൽ നിറയെ മരങ്ങൾ വളർന്നിട്ടുള്ളതുകൊണ്ട് ആ ഷെയ്ഡ് ആ ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നതുകൊണ്ട് അവർക്കത് അത്ര ബാധിപ്പുണ്ടാകില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയും സമയം വൈകാതെ എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. എവിടെയെല്ലാം വയ്ക്കാൻ പറ്റും അവിടെയെല്ലാം മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ചെയ്തതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ സമയം കഴിഞ്ഞു പോയി. ഇനി എത്രയും പെട്ടെന്ന് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഭൂമിയെ സമാധാനപ്പെടുത്താൻ നോക്കണം. ഭൂമി കോപത്തിലായിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഈ നാച്ചുറൽ കലാമിറ്റിയും നമ്മൾ കാണുന്ന ലോകനാശങ്ങളും ഭൂമിയുടെ ഭാഗത്ത് വളരെ ദേഷ്യത്തിലായിക്കഴിഞ്ഞു. അത് തണുപ്പിക്കാൻ ഇത് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഭൂമിയെ ശാന്തമാക്കുക. വരൂ, ഒന്നിച്ചേരൂ. ഇതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കാം.